ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാത്ര സീരിയലിന്റെ നാളത്തെ നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മൾ നാളെ കാണാൻ പോണത് ആദി മഞ്ജിമേനെ പൊരിച്ചടക്കുക കേട്ടോ. മഞ്ജിമ അടുക്കളയിലേക്ക് പോകുമ്പോഴേക്കും ആദ്യം അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. മഞ്ജിമ അടുത്ത് പറയുന്നുണ്ട്, മഞ്ജിമപ്പക്ക് എന്നോട് ഭയങ്കര ദേഷ്യമാണെന്ന് തോന്നുന്നു. അല്ലടാ, നിന്നോട് എനിക്ക് വല്ലാത്ത ആരാധനയാണ്. അത്രയ്ക്കും നല്ല കാര്യങ്ങളാണല്ലോ നീ എനിക്ക് വേണ്ടി ചെയ്യണത്. മഞ്ജിമാപ്പ ഞാൻ പറഞ്ഞപ്പോ മഞ്ജിമാപ്പക്ക് ഫീൽ ആയോ? ഞാനെതിരുടെ ചെറുക്ക ഫീൽ ആവണത്? അതിനെ നിന്നെ പേടിക്കേണ്ട ആവശ്യം എന്താടാ എനിക്ക്? നിന്റെ ഡാഡീനെ ഞാൻ പേടിക്കാറില്ല, പിന്നെയല്ലേ നിന്നെ പേടിക്കേണ്ട ഒരാവശ്യവും എനിക്കില്ല. ആ എങ്കിലേ മഞ്ജിമാപ്പ ഇനി എന്നെ പേടിക്കണം. അതെന്തിനാണ് ഞാൻ നിന്നെ പേടിക്കണത്? മഞ്ജിമാപ്പയുടെ ചെറിയ കള്ളത്തരങ്ങളൊക്കെ ഞാൻ കണ്ടുപിടിച്ചോന്നേ. കള്ളത്തരങ്ങളോ? നീ എന്താടാ പറയണത്? എന്തിനും പറയാനുണ്ടെങ്കിൽ വായ തുറന്ന് പറയടാ എന്ന് പറയാണ്. ആ സമയത്ത് ആദി പറയുന്നുണ്ട്, ആ മഞ്ജിമാപ്പ അടുത്ത് മാത്രമായിട്ട് ഞാൻ പറയാം. മഞ്ജിമാപ്പക്ക് ഒരാളായിട്ട് ചെറിയ ചുറ്റിക്കളിയില്ലേ? ആരായിട്ട്? എനിക്കും അങ്ങനെയൊന്നുമില്ല. മഞ്ജിമാപ്പ വെറുതെ കള്ളം പറയല്ലേ. അപ്പക്ക് ഒരാളായിട്ട് ചുറ്റിക്കളിയുണ്ട്. അത് ഞാനിന്ന് നേരിട്ട് കണ്ടിരുന്നോ? അതെ, എന്റെ കണ്ണുകൊണ്ട് ഞാൻ നേരിട്ട് കണ്ടിരുന്നു. നമ്മുടെ പാർക്കിന്റെ സൈഡില് ഒരാളായിട്ട് അത്യാവശ്യം ഉയരോ പൊക്കോ വണ്ണോക്കുള്ള ഒരാളെന്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കണ്ടായിരുന്നു. കയ്യെ പിടി സംസാരിക്കുന്നു, എന്തോ പ്രോമിസ് ചെയ്യുന്നു. അങ്ങനത്തെയൊക്കെ രംഗങ്ങളാണ് ഞാൻ കണ്ടത്. കുറച്ചൊക്കെ ഞാൻ ഫോണിൽ പകർത്തിയും ചെയ്തു. ആരാപ്പ അത് ചോദിക്കുമ്പോഴേക്കും മഞ്ജു പറയണ്ട, അതെന്റെ ഒരു ഫ്രണ്ടാ. ഓ ഫ്രണ്ടാണോ? പക്ഷെ നിങ്ങൾ സംസാരിക്കുന്നതൊക്കെ ഞാൻ ക്ലിയർ ആയിട്ട് കേട്ടു കേട്ടോ. മഞ്ജിമാപ്പ അയാളെ പറ്റിക്കുമായിരുന്നല്ലേ? വിവാഹം കഴിഞ്ഞിട്ടേ ഇല്ലെന്ന് പറഞ്ഞിട്ട്. എടാ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ കേട്ടു മഞ്ജിമാപ്പ. ഹോ, അതിലും മഞ്ജിമാപ്പക്ക് കള്ളത്തരം. ആ എന്തെങ്കിലും ആവട്ടെ. പക്ഷെ ഒരു കാര്യം എനിക്ക് മഞ്ജിമാപ്പ അടുത്ത് പറയാൻ കേട്ടോ. മഞ്ജിമാപ്പ ഇനി എന്തെങ്കിലും ഇതുപോലെ ആരെങ്കിലും ദ്രോഹിക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാ ഞാൻ മഞ്ജിമാപ്പയുടെ ഈ കള്ളത്തരങ്ങളുണ്ടല്ലോ അതെല്ലാവരോടും പോയി തുറന്നു പറയും. നീ എന്ത് ചെയ്യുമെന്നാടാ പറഞ്ഞത്? പറയടാ, നീ എന്ത് ചെയ്യുമെന്ന്? ഞാൻ ഈ കള്ളത്തരങ്ങളെടുത്ത് പറയും. അത് മാത്രല്ല, മഞ്ജിമാപ്പയുടെ വേറെ പല രഹസ്യങ്ങളും കൂടി ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. മമ്മിയുടെ അടുത്തിരുന്ന സമയത്തോ? അതെ, മഞ്ജിമാപ്പ ഇവിടെ ഇഷിതാമക്കും ഡാഡിക്കുമെതിരെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് എന്നെ പോലെ അറിയാവുന്ന വേറെ ആരും ഉണ്ടാവില്ല. അതൊക്കെ ഇവിടെ എല്ലാവരും അറിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് അറിയാലോ. മഞ്ജിമാപ്പനെ ചവിട്ടി പുറത്താക്കും എല്ലാവരും കൂടി എന്ന് പറയാണ്. എന്റെ പൊന്നാദിമോനല്ലേ, എനിക്ക് നിന്നോട് ഒരു വൈരാഗ്യവും ഇല്ല. എന്റെ ആങ്ങളുടെ മോനല്ലേടാ നീ. എനിക്ക് അങ്ങനത്തെ ഒരു ദേഷ്യമില്ല. ഞാൻ നിന്നെ സ്വന്തം മോനെ പോലെയാ കാണുന്നത്. ഓഹോ, ഇപ്പൊ അങ്ങനെയായോ? എടാ, അങ്ങനെ തന്നെയാടാ. പിന്നെ നീ എടുത്ത് കൊമ്പ് കോർക്കാൻ വരുന്നോണ്ടാ ഞാൻ നിന്റെ അടുത്ത് ചിലപ്പോ ദേഷ്യത്തിലൊക്കെ സംസാരിക്കണത്. അല്ലാതെ എനിക്ക് നിന്നോട് ഒരു വിരോധമില്ലടാ എന്റെ പൊന്നു മോനെ എന്ന് പറയാണ്. ശരി എന്ന് പറയുന്നുണ്ട് ആദി. ശേഷം അവിടെ ഞങ്ങൾ ചിരിച്ചോണ്ട് പോകാട്ടോ. ആ സമയത്ത് മഞ്ജിമ മനസ്സിൽ വിചാരിക്കണം, ഈശ്വര ഈ കള്ളച്ചക്കനെല്ലാം കണ്ടുപിടിച്ചല്ലോ. കുരുത്തം കെട്ടവൻ, ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കാം കേട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ആകാശിനെയാണ്. ആകാശിന് ഇപ്പൊ വലിയൊരു ശത്രു വന്നിട്ടുണ്ടല്ലോ, നമ്മുടെ സുമിയുടെ അമ്മാവൻ കഴിഞ്ഞ ദിവസം അഡ്രസ്സ് എഴുതി കൊടുത്തിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ആകാശ് ആ അഡ്രസ്സിലേക്ക് തപ്പിപ്പിടിച്ച് പോകാട്ടോ. ബെല്ലടിക്കുമ്പോ സുമിയുടെ അമ്മാവനാണ് വാതിൽ തുറക്കണത്. അപ്പോ സുമിയുടെ അമ്മാവൻ പറഞ്ഞ, ആകാശ് സാറല്ലേ? അതേടോ, ഇപ്പൊ ഞാൻ ആകാശ് സാറാണ്. ചിലപ്പോ കുറച്ചു കഴിയുമ്പോ ഞാൻ തന്റെ കാലനായിട്ട് മാറും. സാർ എന്താ സാറേ ഇങ്ങനെയൊക്കെ പറയണത് എന്ന് പറയുമ്പോഴേക്കും, അല്ല ഞാൻ കാര്യത്തിലാണ് പറഞ്ഞത്. തനിക്ക് സുമിക്ക് എന്ത് പറ്റിയെന്ന് അറിയണം അല്ലേ? അറിയണം സാറേ, എന്റെ സുമിക്ക് എന്ത് പറ്റിയെന്ന് എനിക്ക് അറിയണം. എന്റെ മനസ്സ് പറയുന്നു അവൾക്ക് എന്തോ അപകടം പറ്റിയെന്ന്. എടോ, എങ്കിൽ താൻ അറിഞ്ഞോ? തന്നോട് സത്യങ്ങൾ തുറന്നു പറയാൻ വേണ്ടി ഞാൻ വന്നത്. അല്ലെങ്കിലും എനിക്കറിയായിരുന്നു സാറേ, സാറിന് എന്തൊക്കെയോ അറിയാന്ന്. സത്യം പറ സാറേ, എന്റെ സുമിക്ക് എന്താ സംഭവിച്ചത്? പറ സാറേ, അവള് ജീവനോടെ ഉണ്ടോ അതോ സാറിനെ പോലുള്ളവർ ചേർന്ന് അവളെ കൊന്നുകളഞ്ഞോ? ആ താൻ ഇത്രയൊക്കെ ആദ്യ പിടിക്കുന്നതല്ലേ, ഞാൻ പറയാം. അതെ, അവള് ചത്തൂടോ. ദേ, എന്റെ ഈ 2 കൈകൾ കൊണ്ട് ഞാൻ അവളെ കൊന്നു. സാറേ വെറുതെ കളിക്കല്ലേ. സുമി എനിക്ക് എന്റെ മോളെ പോലെയാ. അതെനിക്ക് മനസ്സിലായി. തന്റെ കളങ്കമില്ലാത്ത സ്നേഹമാണോ? തനിക്ക് തന്റെ അനന്തരോട് എന്തൊരു സ്നേഹമാണ്, അതൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ ഇനി താൻ ജീവനോടിരുന്നാലേ അതിന്റെ സുഖക്കേട് എനിക്കാണ്. ഇപ്പൊ തനിക്ക് കുറച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. താൻ്റെ പിന്നാലെ വരുന്നുണ്ട്. തന്റെ പ്രായം പോലും മറന്നിട്ട് ഇത്രയും പ്രായമുള്ള ഒരാള് ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചേ ഇല്ല കേട്ടോ. സാറേ എന്തിനാ സാറേ അവളെ കൊന്നത്? അതെന്തിനാ തനിക്ക് അറിയണോടോ? അവളെ ഞാൻ കല്യാണം കഴിക്കണം പോലും, വിവാഹം കഴിക്കണം പോലും. അങ്ങനെ ഞാൻ അവളെ വിവാഹം കഴിക്കുകയാണെങ്കിൽ ചുളുവിന് അവൾക്കൊരു കോടീശ്വരി ആവാലോ. അതായിരുന്നു തന്റെ പ്രിയപ്പെട്ട അനന്തരവളുടെ ഉദ്ദേശം. ഞാൻ അവൾക്ക് പലവട്ടം പറഞ്ഞാണ് എന്നെ അതിനെ കിട്ടില്ല, എനിക്ക് വിവാഹം കഴിക്കാൻ ഒരു താല്പര്യമില്ലെന്ന്.
പക്ഷെ അവള് എന്നെ വിവാഹം കഴിച്ചേ അടങ്ങുള്ളൂ ഒറ്റ വാശി. ആ വാശി പുറത്തെ ഞാനും അവളും തമ്മിൽ ചെറിയൊരു തർക്കം ഉണ്ടായി. ഞാൻ അവളെ പിടിച്ച് ഉന്തിയതാടോ. ശരിക്കും അവളെ മരിക്കണമെന്ന് എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഉന്തിയപ്പോ തല പോയിടിച്ചതേ അസ്ഥാനത്തായിപ്പോയി. സ്പോട്ടിൽ തന്നെ അവള് മരിച്ചു. എന്നിട്ട് എന്നിട്ട് സുമിയുടെ ഡെഡ് ബോഡി എങ്കിലും ഞങ്ങൾക്ക് കാണിച്ചു താ സാറേ. എടോ ആ ഡെഡ് ബോഡി ഇപ്പൊ ചീഞ്ഞളിഞ്ഞിട്ടുണ്ടാകും. സാർ എന്തൊക്കെയാ പറയണത്? അതേടോ ഞാൻ പറഞ്ഞത് കാര്യം തന്നെയാണ്. അവളുടെ ഡെഡ് ബോഡിയെ ചീഞ്ഞളിഞ്ഞു. അതെ, ഞാൻ കുഴിക്കേണ്ടടുത്ത് കുഴിച്ചിട്ടിട്ടുണ്ട്. താൻ ഈ അതിനെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കേ വേണ്ട. തനിക്ക് ആ ചെലവിനെ ലാഭിച്ചു തന്നില്ലേടോ. ദുഷ്ട, എന്റെ സുമീനെ താൻ കൊന്നുവല്ലേ? കൈ വിടറോ കളവാ. ഞാനിപ്പോ വന്നതേ തന്റെ അനന്തരവള തനിക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ടാടോ. അപ്പൊ താനിപ്പൊ മരിച്ചു പോകുവാണെങ്കിലേ തന്റെ അനന്തരവള തനിക്ക് ചിലപ്പോ സ്വർഗത്തിലോ നരകത്തിലോ വെച്ച് കാണാൻ സാധിക്കും. അതിനെ തന്നെ ഇപ്പൊ പറഞ്ഞയക്കാൻ വേണ്ടി ഞാൻ വന്നത്. എടോ പരട്ടക്കിളവാ, താൻ എന്റെ ജീവിതത്തില് നെടുന്തൂണായിട്ട് വന്ന് നിക്കണതേ എനിക്ക് ആപത്താടോ. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വിടാൻ പോവാ പരലോകത്തേക്ക്. അവിടെ പോയിട്ടെ തനിക്ക് തന്റെ പ്രിയപ്പെട്ട അനന്തരവളെയും കാണാലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആകാശ് ആ പാവപ്പെട്ട സുമിയുടെ അമ്മാവനെ കൊല്ലാൻ വേണ്ടി പോകുവാട്ടോ. അപ്പൊ കൊല്ലുന്ന ഭാഗം കാണിക്കുന്നുണ്ട് പ്രൊമോയില്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, സുമീനെ കൊന്ന പോലെ അമ്മാവനെ കൊല്ലാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. കാരണം രക്ഷിക്കാനായിട്ട് ഒരാൾ അവിടെ വരും, നമ്മുടെ സുജി വക്കീലും അതുപോലെ തന്നെ മഹേഷും. അവര് വരുമ്പോ വെറുതെ ആയിരിക്കില്ല വരുന്നത്, കൈയോടെ തെളിവുകളുമായിട്ട് തന്നെയായിരിക്കും വരുന്നത് നമ്മുടെ ആകാശിനെ പൂട്ടാൻ വേണ്ടി. അതുകൊണ്ട് ആകാശ് ഇപ്പൊ കാണിച്ചത് കുറച്ച് അവിവേകമായി പോയി. കാരണം ആകാശിനെ പൂട്ടാനുള്ള വഴി ആകാശ് തന്നെ തുറന്നു കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സുമിയുടെ കൊലപാതകവും ഈ കൊലപാതക ശ്രമവും പിന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ ആതിരയുടെ പീഡന കേസിൽ ആദ്യ പ്രതി നമ്മുടെ ആകാശാണല്ലോ. എല്ലാം കൂടി ആയിട്ട് നമ്മുടെ ആകാശിനെ നല്ല 8ന്റെ പണിയാണ് കിട്ടാൻ പോണേട്ടോ. അപ്പൊ ഇതൊക്കെ അറിഞ്ഞാലും നമ്മുടെ രചന പഠിക്കില്ല. അപ്പോഴും പറയും ആകാശിനെ കുടുക്കിയതാണ്, മഹേഷ് ആകാശിനെ കുടുക്കിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കും. എന്തായാലും ആകാശിന്റെ ചീട്ട് കയറി, അതിലൊരു സംശയമില്ല. പിന്നെ മഞ്ജിമയുടെ കള്ളത്തരങ്ങളൊക്കെ തന്നെ ആദ്യം കണ്ടുപിടിച്ചത് കൊണ്ട് തന്നെ ഇനി മഞ്ജിമ വലുതായിട്ടൊന്നും തല പൊക്കാനും പോകുന്നില്ല. ഇനിയുള്ളത് നമ്മുടെ ഇഷിതയുടെ പ്രസവമാണ്. അതെ, ഇഷിതക്ക് പ്രസവ വേദന വരുന്ന ഭാഗം നാളത്തെ എപ്പിസോഡിന്റെ അവസാനമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. കുഞ്ഞാവണത് അടുത്ത ആഴ്ച വീക്കെൻഡ് പ്രൊമോയിലായിരിക്കും കാണിക്കുന്നുണ്ടാവുക. നമുക്ക് വെള്ളിയാഴ്ചയാണ് ക്ലൈമാക്സ്. അത് നാളെയല്ല, ഇനി വരുന്ന വെള്ളിയാഴ്ച. അപ്പൊ അതുകൊണ്ട് തന്നെ ഇഷിതയുടെ ഡെലിവറിയും കാര്യങ്ങളും തന്നെയായിരിക്കും നമുക്ക് അടുത്ത ആഴ്ച കാണാൻ വേണ്ടി സാധിക്കുന്നത്. നമ്മുടെ ഇഷ്ട പരമ്പരയായിട്ടുള്ള ഇഷ്ട സീരിയല് ഇഷ്ടം മാത്രം അങ്ങനെ ക്ലൈമാക്സിലേക്ക് ആവാണ്. ഒരുപാട് വിഷമമുണ്ട്. ഈ സീരിയൽ തുടങ്ങി ഒരു 13ാമത്തെ എപ്പിസോഡ് മുതൽ ഞാൻ ഇടാൻ തുടങ്ങിയ ഒരു സീരിയലാണ്. അത്ര ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ സീരിയൽ ഇടാൻ തുടങ്ങിയത്. അത് പെട്ടെന്ന് ഇങ്ങനെ ക്ലൈമാക്സ് ആവുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടോ. ഒരുപാട് കഥ കൊണ്ടുകൊണ്ട് സീരിയലായിരുന്നു, പക്ഷേ ക്ലൈമാക്സ് ആയിപ്പോയി. ഏതായാലും ഇഷിത പ്രസവിച്ച് കുഞ്ഞിനെയും കൂടി കാണിക്കും കേട്ടോ നമുക്ക്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ടേക്ക് കെയർ. ബൈ ബൈ.